കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹെലനെയാണ്. അവളൊരു സിറ്റി ലൈഫൊക്കെ വിട്ട് ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു ചെറിയ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴൊക്കെ മാത്രമേ സിറ്റിയിലോട്ട് പോവാറുള്ളൂ. പക്ഷെ ഇവളുടേത് ഒരു വലിയ ബിസിനസ് ഫാമിലിയാണ്. എന്നാൽ അവൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഇവൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ആളുകളെയൊക്കെ പരിചരിച്ച് അങ്ങനെ കഴിയാനാണ് ഇഷ്ടം. അങ്ങനെ ഇവള് അവളുടെ ഒരു സ്പെഷ്യൽ മെഡിസിൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരാള് കുറച്ച് ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ട് എത്തുന്നു. അത് വേറെ ആരുമല്ല, ഇവളുടെ സ്വന്തം ചേട്ടനാണ്. അവന്റെ പേര് കെവിൻ. അവനെ കാണുമ്പോൾ തന്നെ ഇവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുന്നു. കാരണം അവൻ ഇവളെ കൊണ്ടുപോകാനാണ് വരുന്നതെന്ന് ഇവൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ അവളുടെ രക്ഷപ്പെടൽ നടക്കുന്നില്ല. അവന്റെ കൂടെ പോവേണ്ടി വരുന്നു. അവരുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് ഇവളെ വിളിക്കാനായിട്ട് എത്തിയത്. കാരണം ഇവൾക്കൊരു വലിയ പ്രൊപ്പോസല് വന്നിട്ടുണ്ട്. ഹോം കമ്പനിയുടെ സിഇഒ ആണ് എന്നൊക്കെ കെവിൻ ഇവളോട് പറയുന്നു. ആ ഒരു പയ്യന്റെ ഫാമിലിയും ഒരു ബിസിനസ് ഫാമിലിയാണ്. ഇവരുടെ അത്രയില്ല എങ്കിലും ഒരു നല്ല ക്ലാസ് ഫാമിലിയാണ്. അപ്പോ അത് കേട്ട് ഇവൾ അവനോട് എനിക്ക് ആൽവിനെ അല്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് മുഖത്തടിച്ച് പറയുന്നു. ഈ ആൽവിൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇവളുടെ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ആ ഒരു ബന്ധമൊന്നും ഇവളുടെ വീട്ടുകാർക്ക് ആർക്കും തീരെ ഇഷ്ടമല്ല. ഇപ്പൊ ഒരു പുതിയ ആലോചനയായിട്ട് ഇവര് വന്നത് കൊണ്ട് തന്നെ ചേട്ടന്റെ കൂടെ വീട്ടിലേക്ക് പോയാല് എന്തായാലും താൻ പിടിക്കപ്പെടും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവള് കാറ് നിർത്താൻ പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനെയാണ്. അവന്റെ പേര് ഡാനിയൽ. ഹെലന്റെ ചേട്ടൻ നേരത്തെ ഒരു പ്രൊപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഹോം കമ്പനിയുടെ സിഇഒ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡാനിയല് തന്നെയാണ്. പക്ഷെ അവനിപ്പോ അവന്റെ അമ്മയെ സഹായിക്കാനായിട്ട് വന്നേക്കാണ്. അവർക്കാണെങ്കിൽ ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. വേറൊന്നിനും അല്ല, അവരുടെ ബോറടി മാറ്റാനായിട്ട്. ഇടയ്ക്കൊക്കെ ഡാനിയലും വന്ന് ഇവരെ സഹായിക്കും. അപ്പൊ അവരുടെ കഷ്ടപ്പാട് കണ്ട് അവൻ ഇവരോട് പറയുന്നത്, അമ്മയ്ക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, വീട്ടിലങ്ങനെ അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ. അതെങ്ങനെയാ, കല്യാണപ്രായമായ ഒരു മകനുണ്ടായിട്ട് ഒരു കാര്യമില്ല. വയസ്സാങ്കാലത്ത് എനിക്കൊരു പേരെക്കുട്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള യോഗമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവനെ വഴക്കുറയുന്നു. അപ്പോ ഇവളിവിടെ ഓടി ഓടി അവസാനം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്ത് എത്തുന്നു. അപ്പോഴേക്കും ഇവൾ അവിടെ നമ്മുടെ ഡാനിയലിന്റെ അമ്മയുടെ കട കാണുന്നു. ആൽവിനിപ്പോ വിശന്നിരിക്കായിരിക്കും. അവനിക്ക് വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞ് ഇവൾ ആ കടയിലേക്ക് വന്ന് രണ്ടുപേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നു. അപ്പൊ അവളെ കണ്ട് ഡാനിയലിന്റെ അമ്മ ഇവളോട്, ഇവളൊരു എങ്ങാണല്ലോ മോളെ, നിന്റെ കല്യാണം കഴിഞ്ഞു, എത്ര വയസ്സുണ്ട്, ജോലി എന്താ എന്നൊക്കെ ചോദിക്കുന്നു. ദെയ്യ് നിൽക്കുന്നവന് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല, സാമ്പത്തികമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ അമ്മ പറയുന്നു. അവരുടെ ആ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി ഹെലൻ അവരോട്, ആന്റി എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഡാനിയൽ ഉടനെ അമ്മയോട്, നിങ്ങൾക്കൊരു പണിയില്ലേ അമ്മേ, ഒന്ന് മിണ്ടാതിരുന്നേ, നാണം കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഫുഡ് പ്രിപ്പയർ ആവാൻ കുറച്ച് സമയം എടുക്കും, നിങ്ങളുടെ ഹൗസ് നമ്പർ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് എത്തിക്കാം എന്ന് പറയുന്നു. അപ്പൊ അവളും ഹൗസ് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവള് ആ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ എത്തുമ്പോ അവള് കാണുന്ന കാഴ്ച അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആൽവിൻ മറ്റൊരു പെണ്ണിനോടൊപ്പം കുറച്ച് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതാണ്. അത് കണ്ടവള്, നിങ്ങൾ എന്തേ കാണിക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുന്നു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇവളെ കണ്ടിട്ട് ഒരു കൂസലും ഇല്ല. കാരണം ആൽവിൻ ഇവളോടൊപ്പം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവനൊരു വെറും സാധാരണക്കാരനായിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ കമ്പനി കുറച്ച് ഗ്രോത്തിൽ എത്തിയത് കൊണ്ട് തന്നെ അവന്റെ സ്വഭാവവും കൂടെ മാറി. ഈ ദരിദ്രവാസി പെണ്ണിനോടൊപ്പം നടക്കുന്നത് അവനിക്കൊരു കുറച്ചിലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അവന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു പെണ്ണിനെ അവനിപ്പോ കണ്ടെത്തി. അവളുടെ പേര് ക്ലാര. അങ്ങനെ അവൻ ഇവളോട് വന്ന്, എന്നെ പോലൊരു കോടീശ്വരൻ നിന്നെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര നാണക്കേടാണ്, നിന്റെ ഡ്രസ് തന്നെ കണ്ടില്ലേ, നാണമില്ലേ നിനക്ക് ഇങ്ങനെ നടക്കാൻ എന്നൊക്കെ അവൻ ഇവളോട് ചോദിക്കുന്നു. അപ്പൊ ഇവന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട്, ഒരിക്കല് നീയും നിന്റെ അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ എന്റെ അടുത്തേക്കാണ് വന്നത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നത് ഞാനാണ്, അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവനാണെങ്കിൽ ഒരു കുസലില്ലാണ്ട് നിൽക്കാണ്. അവന്റെ മൈൻഡ് മാറാൻ പോകുന്നില്ല. ഇവളൊരു കാശുകാരി ആണെന്ന കാര്യമൊന്നും അവനോട് ഇവള് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഉടനെ തന്നെ ആൽവിൻ അവന്റെ ഒരു ബാങ്ക് കാർഡ് എടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട്, കുറെ നാള് നിന്റെ പുറകെ നടന്നതല്ലേ, ഇനി എന്നെ ശല്യപ്പെടുത്താനൊന്നും വരരുത് എന്ന് പറഞ്ഞ് അത് ഇവൾക്ക് നൽകുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഡാനിയല് ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ നടക്കുന്നതൊക്കെ ഏതാണ്ട് അവനിക്ക് മനസ്സിലാവുന്നു. എന്താ മാഡം, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തോ എന്നവൻ ഇവളോട് ചോദിക്കുന്നു. അപ്പൊ അവനെ കാണുമ്പോ പെട്ടെന്ന് ഇവൾക്കൊരു ഐഡിയ തോന്നുന്നു. നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ഇവള് പെട്ടെന്ന് അവനോട് ചോദിക്കുന്നു. ആൽവിന്റെ മുന്നിൽ ജസ്റ്റ് ഒരു റിവെഞ്ച്. അപ്പൊ അത് കേട്ട് ആൽവിനും ക്ലാരയും കൂടി, അതെന്തായാലും നല്ലത് തന്നെയാ, നിങ്ങളാവുമ്പോ ഒരേ സ്റ്റാറ്റസിലുള്ളവരാ, ഈനാമ്പേച്ചിക്ക് മരപ്പെട്ട് കൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവളെ അവര് കളിയാക്കുന്നു. കാരണം ഡാനിയല് ഒരു ഡെലിവറി ബോയ് ആണ് എന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവളും ഒരു വില്ലേജ് ഗേൾ ആണല്ലോ അവരുടെ മുന്നില്. പക്ഷെ ഹെലൻ നല്ല സീരിയസ് ആണ്. നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ, എനിക്ക് ഡൗറി ഒന്നും തരണ്ട, നിങ്ങളുടെ അമ്മയുടെ വിഷമോ മാറ്റിക്കൊടുക്കാം എന്ന് ഇവൾ അവനോട് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ അവനിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു. എന്നാൽ അപ്പോഴേക്കും ആൽവിന്റെ അമ്മയും അങ്ങോട്ടേക്ക് വന്ന് ഇവളോട് അവിടെ നിന്ന് അവരുടെ മകന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പോ ഹെലൻ ഡാനിയലിനോട്, ഇത് ഞാനും കൂടി പൈസ ഇട്ട് വാങ്ങിച്ച വീടാണ്, എന്റെ പൈസയാണ് ഇതിൽ കൂടുതൽ, അതുകൊണ്ട് ഈ ദരിദ്രവാസികളൊക്കെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അവനും അത് കേട്ട് അവരെല്ലാം പിടിച്ച് അവിടെ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം
അവര് പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് ബേസിൽ അവര് വിവാഹിതരാവുന്നു. എന്നിട്ട് അവനക്ക് അവളുടെ ഒരു സേവിങ്സ് കൊടുത്തിട്ട് ഈ പൈസ ഉപയോഗിച്ച് നിങ്ങൾ ഒരു പുതിയ കട അമ്മയ്ക്ക് തുടങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ ഇത് നിന്റെ സേവിങ്സ് അല്ലേ, നിനക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് എടുത്താൽ മതി, എനിക്ക് നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് തന്നെ ആ ഒരു കാർഡ് തിരിച്ചു കൊടുക്കുന്നു. താനൊരു സാധാരണക്കാരിയാണ് എന്നാണ് ഇയാളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവൾ അവനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അവൾ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വര കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങള്. പക്ഷെ അവൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവനക്കത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒരു കോടീശ്വരി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിടക്കുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നിരുന്നാലും അവൾക്ക് വിഷമാവണ്ട എന്ന് വിചാരിച്ച് അവള് പറയുന്നതൊക്കെ ഇവൻ വിശ്വസിച്ച പോലെ തന്നെ കാണിക്കുന്നു. ഇവർക്ക് ഒരു ബിസിനസ് പാർട്ടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടേക്ക് ആൽവിൻ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ അവനിക്കിട്ടൊരു പണിയെടുക്കണം എന്ന് വിചാരിച്ച് ഇവര് രണ്ടുപേരും എന്തായാലും അങ്ങോട്ട് പോവാൻ തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേന്ന് ആ ഒരു ഫംഗ്ഷനിലേക്ക് പോവാനായിട്ട് ഇവര് രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഉള്ളത്. അപ്പോ ഇവൻ അവളെ ഫോണിൽ വിളിച്ചിട്ട് നിനക്ക് പാർട്ടിയിലിടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടോ, വേണമെങ്കിൽ അഡ്രസ് പറഞ്ഞു തന്നാ ഞാൻ കൊടുത്തയക്കാം എന്ന് പറയുന്നു. അപ്പൊ അവൾ അവനോട് അതൊന്നും വേണ്ട, എനിക്ക് എല്ലാ ഡ്രസ്സൊന്നും അങ്ങനെ ഇടാൻ സാധിക്കില്ല, കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് മാത്രമേ ഇടാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും എന്നും അവള് പറയുന്നു. അപ്പൊ ഡാനിയലിന് അത് കേൾക്കുമ്പോ ഇവള് കുറച്ച് ഓവർ ആണോ, ഇനി ഗസ്റ്റിനെ എല്ലാം സ്വീകരിക്കാൻ നിൽക്കുന്ന വല്ല പണിക്കായിരിക്കും വരുന്നത് എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അതിനുശേഷം അവര് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ഇവിടെ ആൽവിനും ക്ലാരയും ആദ്യം തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവനൊരു ചെറിയ ബിസിനസ് മാൻ ആണല്ലോ, പക്ഷെ അവൻ വലിയ വലിയ ആളുകളോടൊക്കെ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ അവരൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ ഹെലനും ഡാനിയലും അങ്ങോട്ടേക്ക് എത്തുമ്പോ അവൻ അത് കാണുന്നു. ഉടനെ തന്നെ ഇവരോട് വന്ന് നിനക്കാരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്, ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഓരോന്ന് കുത്തി സംസാരിക്കുന്നു. അത് മാത്രമല്ല അവൻ സെക്യൂരിറ്റി വിളിപ്പിച്ച് ഇവരെല്ലാം അവിടെ നിന്ന് പിരിച്ച് പുറത്താക്കാനും പറയുന്നു. എന്നാൽ അതേസമയം തന്നെ അങ്ങോട്ടേക്ക് അവിടുത്തെ ബോർഡ് മെമ്പറിൽ ഒരാളായ ആള് വന്ന് ആൽവിനിട്ട് നല്ലത് കൊടുക്കുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നത്, യങ് മാസ്റ്ററിനോടാണോ നിന്നെ തമാശ എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇത് ഹോം കമ്പനിയുടെ ചെയർമാനാണ് എന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. കാരണം ആദ്യമേ ഇവനെ കണ്ടപ്പോ ഇവനൊരു തട്ടുകടയിലെ ഡെലിവറി ബോയ് ആയിരുന്നല്ലോ. അപ്പൊ ഇവനാണ് ഹോം കമ്പനിയുടെ ചെയർമാൻ എന്നറിഞ്ഞ് ഹെലൻ ആകെപ്പാടെ ഷോക്കാവുന്നു. കാരണം ഇവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു വെച്ചിരുന്നത് അവനെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ താൻ അച്ഛന്റെ വലയിൽ ചെന്ന് പെട്ടതാണോ എന്നൊക്കെ അവള് ചിന്തിക്കുന്നു. ഉടനെ തന്നെ ഇവള് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇവള് ഹോം കമ്പനിയുടെ ചെയർമാനായ മിസ്റ്റർ ഡാനിയലിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നും ഇവളുടെ ഫാമിലിക്ക് അറിയില്ല. അപ്പൊ അവിടേക്ക് ആ ഒരു മോ ഫാമിലിയിലെ ലേഡി എത്താൻ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പ്രിപ്പയർ ആവുന്നു. അപ്പോ ആൽവിനും എത്രയും പെട്ടെന്ന് അവരെ കണ്ട് കൺവിൻസ് ചെയ്ത് ഇവറ്റകളെല്ലാം പിടിച്ച് പുറത്താക്കണം എന്നുറപ്പിക്കുന്നു. അതായത് മോ ഫാമിലിയിലെ ആ ഒരു ലേഡിയെ. അവനിക്കറിയില്ല ആ ഒരു ലേഡി നമ്മുടെ ഹെലൻ തന്നെയാണ് എന്ന കാര്യം. അങ്ങനെ ഡാനിയല് അകത്തോട്ട് വന്ന ഹെലനോട് ഞാനൊരു കോടീശ്വരൻ ആയതുകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ അവള് ഭയങ്കര അപ്സെറ്റ് ആണ്. കാരണം അച്ഛൻ കണ്ടുപിടിച്ച ഒരാൾ തന്നെയാണല്ലോ അവസാനം അവൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. അവൾക്കാണെങ്കിൽ അവള് കണ്ടെത്തിയ വ്യക്തി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് അച്ഛന്റെ മുന്നിൽ പ്രൂവ് ചെയ്യണം എന്നായിരുന്നു മനസ്സിൽ. പക്ഷെ ഇപ്പോ അച്ഛൻ അറിയാവുന്ന ഒരാളെയാണല്ലോ ഇവള് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അവള് ഭയങ്കര മൂഡ് ഓഫ് ആണ്. എന്നാൽ ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചു കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്തേക്കാം എന്ന് വരെ അവള് ചിന്തിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ക്ലാരയും ആൽവിനും എത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹെലനെ ഇവള് ഒരു മലയിടുക്കില് മരുന്നുണ്ടാക്കി കിടന്നവള, ഇവളെയൊക്കെ ഇവിടെ കയറ്റിയെന്ന് പറഞ്ഞാല് മിസ് ലേഡി വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഹെലനെ അപമാനിക്കുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ നമ്മുടെ ഡാനിയല് ഹെലനെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് നിർത്തുന്നു. അവന്റെ വിചാരം ഇവളൊരു സാധാരണ പെൺകുട്ടിയാണ് എന്ന് തന്നെയാണ്. അവൾ അതല്ല എന്ന് പറയുമ്പോൾ പോലും ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ആൽവിന് 5 വർഷത്തോളായിട്ട് ഇവളെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവളൊരു കള്ളിയാണ്, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ അവൻ എല്ലാവരോടും പറയുന്നു. എന്നാൽ അവര് പറയുന്നതൊന്നും കേൾക്കാതെ ഡാനിയല് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വന്നിട്ടുള്ള മറ്റ് ബിസിനസ്സുകാരെ ഇവനോട് ഫൈറ്റ് ഉണ്ടാക്കുന്നു. അവനേക്കാൾ വലിയ കോടീശ്വരും അവിടെ ഉണ്ട്. അങ്ങനെ അവര് തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നു. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഹെലന്റെ ബ്രദർ ആയിട്ടുള്ള കെവിൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ എത്തുമ്പോ തന്നെ നമ്മുടെ ഡാനിയല് ഹെലനെ ചേർത്ത് നിർത്തിയിരിക്കുന്നതാണ് അവൻ കാണുന്നത്. ഇവരൊരുമിച്ചോ, അതെന്തായാലും നന്നായി. ഇനി എത്രയും പെട്ടെന്ന് ഇവളെ വീട്ടിലേക്ക് വരുത്തിച്ച് നമ്മുടെ ബിസിനസ് എല്ലാം കൈമാറണം എന്നൊക്കെ ആലോചിച്ച് അവൻ നല്ല ഹാപ്പി ആവുന്നു. അവസാനം അവര് കണ്ടെത്തിയ ആളെ തന്നെയാണല്ലോ ഇവളെ സ്വീകരിച്ചത്. അതുകൊണ്ട് അങ്ങനെ കെവിന് അവന്റെ പെങ്ങളെ ഇത്രയും നേരം ഇവരെല്ലാരും കൂടെ ചേർന്ന് മോശം രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവർക്കിട്ടെല്ലാം നല്ലത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം എല്ലാവരോടുമായി പറയുന്നു. ഒന്ന്, ആൽവിന്റെ കമ്പനിക്ക് നമ്മുടെ കമ്പനിയായിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഞാൻ പിൻവലിക്കാണ്. രണ്ടാമത്തെ കാര്യം, ഒരു 100 കോടിയുടെ പ്രോജക്ട് ഞങ്ങളെ ഹോം കമ്പനിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പ്രോജക്ട് ഡാനിയലിനെ കൈമാറുന്നു. അതിനുശേഷം കെവിൻ ഡാനിയലിനോട് എന്റെ സിസ്റ്ററിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ പ്രോജക്ട്
നിങ്ങൾക്ക് തരുന്നതെന്നും അറിയിക്കുന്നു. എന്നിട്ട് അവരുടെ ഒരു ഫാമിലി ഡിന്നറിന് ക്ഷണിക്കുന്നു. അപ്പോ ഹെലൻ പെട്ടെന്ന് അവരുടെ അച്ഛനുമായിട്ടുള്ള ഡിന്നറിനാണല്ലോ ഇവരെ ക്ഷണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വരാൻ പറ്റില്ല, അദ്ദേഹം നല്ല ബിസി ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോ അവനും അതെ എനിക്ക് നല്ല ബിസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതേപോലെ തന്നെ ഇവനിക്ക് കൊടുത്ത ആ ഒരു പ്രോജക്റ്റും തനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുന്നു. ഡാനിയലിനെ അറിയില്ല കെവിന്റെ സഹോദരിയെ തന്നെയാണ് ഇവൻ വിവാഹം കഴിച്ചത് എന്ന കാര്യം. അപ്പോ ഇവള് താൻ തന്നെയല്ലേ ആ ഒരു പെൺകുട്ടി, ഇത് ഈ മനുഷ്യനോട് ഞാൻ എങ്ങനെയാ പറയാ എന്നൊക്കെ ചിന്തിച്ച് ചേട്ടനോട് സത്യം എന്താണെന്ന് പറയാനായിട്ട് പറഞ്ഞ് കണ്ണ് കാണിക്കുന്നു. ചേട്ടൻ അത് മനസ്സിലായെങ്കിലും പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൾക്കിട്ടൊരു പണിയെടുക്കാനായിട്ട് ഇന്ന് എന്റെ സഹോദരിക്ക് വരാൻ സാധിച്ചില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പെട്ടെന്ന് പോകുന്നു. ചേട്ടൻ ഇനി എന്തായാലും സത്യം പറയാൻ പോകുന്നില്ല, എനിക്കിട്ട് പണി തന്നതാ എന്ന് മനസ്സിലാക്കി അവരുടെ കമ്പനി ഇവനിക്ക് കൊടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ അവൻ തിരിച്ചു കൊടുത്തത്, അത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവള് തിരിച്ചു മേടിക്കുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ആ ലേഡി അവിടെ വരാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ആൽവിനും ക്ലാരയും പോവാൻ നോക്കുന്നുണ്ടെങ്കിലും ഡാനിയൽ അവരെ വിടുന്നുണ്ടായിരുന്നില്ല. എന്റെ വൈഫിനെ അപമാനിച്ചിട്ടോ നിങ്ങൾ അവളോട് ഒരു സോറി പോലും ചോദിക്കാണ്ട് പോവാണ്, മര്യാദയ്ക്ക് സോറി ചോദിച്ചിട്ട് പോവാനായിട്ട് പറയുന്നു. അവനിക്കാണെങ്കിൽ ഇപ്പോ വലിയൊരു കമ്പനിയുടെ ഇൻവെസ്റ്റ് ആണല്ലോ പോയത്, ബാക്കിയും കൂടി ഇനി പോവണ്ട എന്ന് വിചാരിച്ച് അവൻ ഹെലനോട് ചെയ്തതിനൊക്കെ സോറി ചോദിക്കുന്നു. അവളും അത് കേട്ട് നല്ല ഹാപ്പി ആവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഡാനിയലിന്റെ കമ്പനി ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. ജപ്പാനും ചൈനയായിട്ടുള്ള ഒരു മെഡിക്കൽ കോമ്പറ്റീഷൻ. സോ അതിനായിട്ട് ഇവർക്ക് ഒരു പേര് കേട്ട മെഡിസിൻ വാങ്ങേണ്ടതുണ്ട്. അതാണെങ്കിൽ ലേലത്തിലൂടെയാണ് വാങ്ങുന്നത്. സോ അവിടേക്ക് നമ്മുടെ ഹെലനും ഡാനിയലും എത്തുന്നു. ആ ഒരു മെഡിസിൻ വാങ്ങാനായിട്ട് അവിടേക്ക് മറ്റൊരു ബിസിനസ് മാനും കൂടി വരുന്നുണ്ട്. അവന്റെ പേര് ജോൺ. അവന്റെ കൂടെയാണ് ഇപ്പോ ക്ലാര ഉള്ളത്. ആൽവിൻ ഏതാണ്ട് പിച്ചക്കാരനായല്ലോ, അതുകൊണ്ട് തന്നെ അവള് അടുത്ത ആളെ പിടിച്ചു. ഡാനിയലിന്റേതുപോലുള്ള ഒരു കമ്പനിയാണ് ജോണിന്റേതും. അങ്ങനെ ആ ഒരു മെഡിസിന് വേണ്ടി ഇവര് ലേലം വിളി തുടങ്ങുന്നു. 1 കോടി രൂപ വരെ നമ്മുടെ ഡാനിയല് കയറ്റി വിളിക്കുന്നു. പക്ഷെ ജോൺ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അതിനേക്കാൾ ഇരട്ടി കയറ്റി വിളിക്കുന്നു. അവസാനം അത്രയും തുക നമ്മുടെ ഡാനിയലിന്റെ കയ്യിൽ പെട്ടെന്ന് എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയാവുന്നു. വിളിക്കുന്നതിനനുസരിച്ച് അവരുടെ ബാങ്ക് ബാലൻസ് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഹെലൻ 10 മില്യൺ കൊടുത്ത് ആ ഒരു മെഡിസിൻ കയറ്റി വിളിക്കുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നത്, നമ്മുടെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, ഷെയർസ് ഒക്കെ വിറ്റാലേ പറ്റുമെന്ന് ഡാനിയൽ ഇവളോട് പറയുന്നു. അപ്പൊ ഇവൾ അവനെ ആശ്വസിപ്പിച്ചിട്ട് നിങ്ങളെ പേടിക്കാനിരിക്കുക, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്നു. ഹെലൻ അത്രയും വലിയൊരു തുക വിളിച്ചത് കൊണ്ട് തന്നെ ജോണിനെ പിന്നീട് കയറ്റി വിളിക്കാൻ വയ്യാതെയാവുന്നു. കാരണം അവന്റെ ബാങ്ക് ബാലൻസ് അതിന് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മെഡിസിൻ നമ്മുടെ ഡാനിയലിന്റെ കൈകളിലേക്ക് എത്തുന്നു. എന്നാൽ മറ്റൊരു പെണ്ണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് അവള് മോ ഫാമിലിയുടെ പേര് കേട്ട് ലേഡി ആണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നു. അവളുടെ പേര് മിയ എന്നാണ്. അവളാണെങ്കിൽ എല്ലാ സ്ഥലത്തും അവളാണ് മോ ഫാമിലിയുടെ ഓണറിന്റെ മകള് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഹെലന്റെ സ്ഥാനം. സത്യത്തില് അവളെ നമ്മുടെ ഹെലന്റെ ഫാദർ ദത്തെടുത്ത് വളർത്തിയ ഒരു പെൺകുട്ടിയാണ്. അവളാണെങ്കിൽ ആ ഒരു ലേലം വിളി കൊളവാക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോ അവൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത് കണ്ട് ഒന്നും മനസ്സിലാവാതെ ഹെലൻ ആകെ കുഴപ്പത്തിലാവുന്നു. അപ്പോ ഇവളെ ശരിക്കും അറിയാവുന്നത് കെവിന് മാത്രമാണ്. അവൻ അങ്ങോട്ടേക്ക് വന്ന് പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നൈസിന് അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ചേട്ടൻ പോലും ഇവൾക്ക് എന്തിനാണ് സപ്പോർട്ട് നൽകുന്നത്, ഇവൾ ആരാണ് എന്നൊക്കെ ഹെലൻ ചിന്തിക്കുന്നു. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അച്ഛന്റെ കെയർ ഓഫിൽ വളർന്ന ഈ ഒരു കുട്ടിയുടെ കാര്യമൊന്നും ഇവൾക്കറിയില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ഇവർക്ക് ആ ഒരു മെഡിസിൻ കിട്ടി. പക്ഷെ അത് പ്രയോഗിക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടർ വേണം. അതായത് നാഡീപരമായ ചികിത്സയ്ക്കൊക്കെ പേര് കേട്ട ഒരു ഡോക്ടർ. അതുകൊണ്ട് തന്നെ അവര് ഒരു ഡോക്ടറെയും ഹയർ ചെയ്യുന്നു. അപ്പൊ ഇവരിങ്ങനെ ഡോക്ടറെയൊക്കെ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഹെലൻ അവരോട് വന്ന് ഞാനത് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവന്റെ വിചാരം ഇവളൊരു ചെറിയ വൈദ്യനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവളെ ആ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ല. അങ്ങനെ പിറ്റേന്ന് ആ ഒരു കോമ്പറ്റീഷൻ നടക്കാണ്. അവിടെ ജപ്പാനെ പ്രതിനിധീകരിച്ചും ഒരു ടീമുണ്ട്. ജപ്പാനും ചൈനയായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അങ്ങനെ അങ്ങോട്ടേക്ക് എല്ലാരും എത്തുന്ന സമയത്ത് ഡാനിയല് ഒരു ഡോക്ടറിനെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ ചൈനയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. പക്ഷെ അയാളാണെങ്കിൽ തക്ക സമയത്ത് അവിടെ വന്ന് കാലുമറന്നു. അയാള് ചൈനയല്ല, അയാള് ജപ്പാനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നെല്ലാവരോടും പറയുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജോണും മിയയുമാണ്. കാരണം ജോണിന് ബിസിനസ് പരമായിട്ട് നമ്മുടെ ഡാനിയലിനോട് ഭയങ്കര ശത്രുതയാണ്. അവനെ തോൽപ്പിക്കാനായിട്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനെ കൂട്ടുപിടിച്ച് മിയയുമുണ്ട്. ആ ഒരു കറക്റ്റ് സമയത്ത് അയാള് കാല് മാറിയത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹെലൻ തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ ചൈനയെ റെപ്രസെന്റ് ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പൊ ആ ജപ്പാൻകാരനാണെങ്കിൽ ഇവളൊരു സില്ലി ഗേളാണ് എന്ന് വിചാരിച്ച് ഭയങ്കര ധൈര്യത്തില്ല ഈ കോമ്പറ്റീഷൻ അങ്ങനെ നിങ്ങൾ തോറ്റു കഴിഞ്ഞാല് ഇവളെ ഞാൻ അങ്ങ് എന്റെ നാട്ടിലോട്ട് കൊണ്ടുപോകും, ഇവള് പിന്നീട് എന്റേത് മാത്രമായിരിക്കും എന്നൊക്കെ ഡാനിയലിനോട് പറഞ്ഞ് ഒരു ബെറ്റ് പോലെ വെക്കുന്നു. അവനപ്പോ അത് എതിർക്കുന്നുണ്ടെങ്കിലും ഹെലൻ അതിന് റെഡി ആവുന്നു. ശരി, പക്ഷെ ഈ കോമ്പറ്റീഷനിൽ നിങ്ങളാണ് തോക്കുന്നതെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചൈനയോട് ക്ഷമ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോണമെന്ന് ഇവളും അവരോട് പറയുന്നു. ഇവൾക്ക് അവളുടെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ആ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടുപേർക്കും വർഷങ്ങളായിട്ട് കാഴ്ചശക്തി ഇല്ലാത്ത ഒരേ അസുഖമുള്ള പേഷ്യൻസിനാണ് കൊടുത്തിരിക്കുന്നത്.
ഇവരുടെ രണ്ടുപേരുടെയും കഴിവ് ഉപയോഗിച്ച് ആ പേഷ്യൻസിന് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണം. അതാണ് ഇവരുടെ ടാസ്ക്. ആ ഒരു മത്സരത്തില് നമ്മുടെ ഹെലന്റെ പേഷ്യന്റിന് അവളുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് ആദ്യം തന്നെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു. ഉടനെ തന്നെ മറ്റു ഡോക്ടറിന്റെ പേഷ്യന്റിനും കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്ന് പറയുന്നു. പക്ഷെ അത് കുറച്ചു നേരം മാത്രമേ നിലനിന്നുള്ളൂ. അപ്പൊ തന്നെ അയാളുടെ കാഴ്ചശക്തി വീണ്ടും പോകുന്നു. ആ ഡോക്ടറിന് എന്തോ ഒരു പിഴവ് ചികിത്സാ രീതിയിൽ സംഭവിച്ചു. ഉടനെ തന്നെ ഹെലൻ അവളുടെ ഒരു ചികിത്സാ രീതി വെച്ച് ആ ഡോക്ടറിന്റെ പേഷ്യന്റിനും കാഴ്ചശക്തി പൂർണ്ണമായിട്ടും വീണ്ടും തിരിച്ചു കൊടുക്കുന്നു. അപ്പോ ഈ ജപ്പാനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ചികിത്സാ രീതി പറഞ്ഞു കൊടുത്തത് ഒരേ മാസ്റ്റർ തന്നെയാണ്. പക്ഷെ ആ മാസ്റ്റർ തനിക്ക് ഫുൾ ആയിട്ടുള്ള ചികിത്സാ രീതി പറഞ്ഞു തന്നില്ല, ഇവൾക്കാണ് പറഞ്ഞു കൊടുത്ത് മൊത്തം പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അയാൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ഹെലൻ അയാളോട് നിങ്ങൾ നിങ്ങളുടെ കഴിവ് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് പൈസക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് മാസ്റ്ററിന് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞു തരാതിരുന്നതെന്ന് ഇവൾ അയാളോട് പറയുന്നു. അയാൾക്കും അത് ശരിയായിട്ട് തന്നെ തോന്നുന്നു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മുടെ ഡാനിയലിന്റെ കമ്പനി തന്നെ വിജയിക്കുന്നു. ഹെലൻ വെച്ചതുപോലെ തന്നെ ആ ജപ്പാന്റെ പ്രതിനിധികളും അതേപോലെ തന്നെ ജോണും മിയയും ആ ഡോക്ടറും ചൈനയോട് ക്ഷമ ചോദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു കോമ്പറ്റീഷനിൽ ഇവര് വിജയിച്ചത് കൊണ്ട് തന്നെ ഇവര് വളരെയധികം ഇപ്പൊ ഹാപ്പിയാണ്. മാത്രമല്ല ഡാനിയലിന് അത്രയും വലിയൊരു മോശം സിറ്റുവേഷൻ ഉണ്ടായപ്പോ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തത് ഹെലൻ ആണല്ലോ. പക്ഷെ അവൾ അത്രയും വലിയ കഴിവുള്ള കുട്ടിയാണെന്ന് ഇവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അവൻ അവളോട് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അവൾ അവനോട് ക്ഷമയെന്ന് ചോദിക്കേണ്ട, എന്റെ അച്ഛൻ പണ്ട് മുതലേ ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ഒരു ഫീൽഡിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം എല്ലാവരിൽ നിന്നും എന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. അതൊന്നും സാരമില്ലെന്ന് അവള് പറയുന്നു. അതിനുശേഷം അവള് മറ്റേ മിയെ കുറിച്ച് ചിന്തിക്കുന്നു. അവള് ഹെലന്റെ ഐഡന്റിറ്റി ആണല്ലോ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഇനി ഇവള് അച്ഛന്റെ ഏതെങ്കിലും ബന്ധത്തിലെ കുട്ടിയായിരിക്കോ എന്ന് വരെ അവള് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ കണ്ട് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഡാനിയലിനെയും കൂട്ടി പിറ്റേന്ന് അവളുടെ അച്ഛനെ കാണാൻ പോകാനായിട്ട് വിളിക്കുന്നു. അവനും വരാമെന്ന് തന്നെ പറയുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവള് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അച്ഛനെ കാണാൻ പോകാനായിട്ട്. ഇവരെ കൂട്ടാൻ വേണ്ടി കെവിനും അങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷെ അപ്പോഴും ഡാനിയൽ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവള് ഫോൺ വിളിച്ചിട്ടും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോ ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അയച്ചേക്കുന്നത് വേറെ ആരുമല്ല, ആ ജപ്പാൻകാരനില്ലേ അയാളാണ്. അയാള് അവനെ പിടിച്ചു വെച്ചേക്കാണ്. നീ അവനെ രക്ഷിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് വരാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവള് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോ അയാൾ ഇവളോട് അന്ന് ഇവളൊരു വിദ്യ ഉപയോഗിച്ചാണല്ലോ ആ ഒരു പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിയത്. ആ ഒരു രഹസ്യ കൂട്ട് ഇയാളോട് പറയാനും അതിനൊരു മെഡിക്കൽ ബുക്ക് ഉണ്ടല്ലോ അത് ഇയാൾക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് പറയുന്നു. അവളാണെങ്കിൽ അതെന്തായാലും ഞാൻ തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ നിൽക്കുന്നു. അപ്പൊ അയാൾ ഡാനിയലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴുത്തിൽ കത്തി വെച്ചിട്ട് നീ ഇത് തന്നില്ലെങ്കിൽ ഞാൻ ഇവനെ ഇപ്പൊ തന്നെ കൊന്നുകളയും എന്ന് പറയുന്നു. ഡാനിയലും ഇവളോട് ആ ഒരു ചികിത്സാ രീതി പറഞ്ഞു കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയിട്ട് ഞാനും ഇയാളായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങള് വേറെ ഒരു കോൺട്രാക്ട് ബേസിൽ മാരേജ് ചെയ്തവരാണ്, നിങ്ങൾ ഇയാളെ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ അവള് പറയുന്നു. അവനെ അങ്ങനെയെങ്കിലും വിടുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതിയാണ് ഇവൾ അങ്ങനെ പറയുന്നത്. പക്ഷെ അവനിക്കതൊക്കെ കേൾക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഹേർട്ട് ആവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മിയയും എത്തിയിട്ടുണ്ട്. അവളും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം. ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബുക്ക് മിയ ആ ജപ്പാൻകാരനെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജപ്പാൻകാരന്റെ കയ്യിൽ നിന്ന് ഇവൾക്ക് നല്ല കാശ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ആ ഒരു ചികിത്സാ രീതി പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു മിയ കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി നമ്മുടെ ഹെലനെ കുത്താനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് ഡാനിയൽ ഇടയ്ക്കേറുന്നു. അവളെ രക്ഷിക്കാനായിട്ടാണ് ഇവൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവനിക്ക് കുത്തിയേൽക്കുന്നു. അവൻ ബോധം പോയി വീഴുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് കെവിൻ അങ്ങോട്ടേക്ക് വരുന്നു. വന്ന് ജപ്പാൻകാരന് നല്ലത് കൊടുക്കുകയും ചെയ്യുന്നു. കൂടെ ആ മിയയ്ക്കും. അയാളാണെങ്കിൽ നമ്മുടെ ഹെലൻ ഒരു കോടീശ്വരന്റെ മകളാണ് എന്ന കാര്യമൊന്നും അറിയാതെയാണ് ഇങ്ങനെ ചെയ്തത്. അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. ഉടനെ തന്നെ അതറിഞ്ഞ് അയാൾ ഇവളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ കെവിൻ അയാളെ വിടാതെ നല്ലത് കൊടുത്ത് പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുന്നു. ഇത്രയും ഒരു മോശം കാര്യം ചെയ്തത് കൊണ്ട് തന്നെ മിയയ്ക്ക് ഇനി ആ ഫാമിലിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്നും കെവിൻ പറയുന്നു. കാരണം ഇവളുടെ യഥാർത്ഥ അച്ഛൻ ഏതോ ഒരു കേസിൽ പെട്ട് ജയിലായ സമയത്ത് ഹെലന്റെ ഫാദറിന് ഇവളോട് ഒരു കരുണ തോന്നിയിട്ടാണ് അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പാല് കൊടുത്ത് കൈക്ക് തന്നെയാണ് അവളിപ്പോ കൊത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് കെവിൻ എത്രയും പെട്ടെന്ന് ഡാനിയലിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പൊ ഇവളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞ് ഇവളുടെ അച്ഛനും അങ്ങോട്ടേക്ക് എത്തുന്നു. അവളുടെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഇവള് ആ പഴയ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ആൽവിൻ, അവനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവള് ബിസിനസ് കാര്യങ്ങളൊന്നും നോക്കി നടത്തുന്നില്ലല്ലോ. അപ്പോ അച്ഛൻ ഇവളോട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ആ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കാം, ജോലി ചെയ്യാം, പക്ഷെ അതോടൊപ്പം തന്നെ നീ എന്റെ കമ്പനിയും കൂടെ നോക്കി
നോക്കിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ ഇവളും കുറച്ചൊക്കെ ഓക്കെ ആവുന്നു. കാരണം ഇത്രയും നാളും അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നത് അവളുടെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛന്റെ ബിസിനസ് കാര്യങ്ങൾ മാത്രം നോക്കി നടത്തണം എന്നായിരുന്നു. അതിനുശേഷം ഡാനിയലിനെ റൂമിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവള് അവനെ കയറി കാണുന്നു. അവൾക്ക് പെട്ടെന്ന് അവനെ ആ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അവള് പെട്ടെന്ന് എമോഷണൽ ആവുന്നു. അവൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും ഇവനെ രക്ഷപ്പെടുത്താൻ തന്നെയാണല്ലോ അയാളുടെ മുന്നിൽ വെച്ച് ഇവൻ തന്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതോർത്ത് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവള് കരഞ്ഞ് അവനോട് ഓരോ കാര്യങ്ങളൊക്കെ അവളുടെ ഇഷ്ടങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനിക്കപ്പോ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഡാനിയൽ ഓക്കെ ആവുമ്പോ ഡിസ്ചാർജ് ഒക്കെ ആവാനായിട്ട് പോവാണ്. എന്നാൽ അപ്പോഴേക്കും ഹെലന്റെ ഫാദർ അങ്ങോട്ടേക്ക് ഇവനെ കാണാനായിട്ട് വരുന്നു. ഇവൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നറിഞ്ഞ് കാണാൻ കയറിയതാണ്. അയാൾക്കറിയില്ല ഇത് തന്റെ മകളുടെ ഭർത്താവാണ് എന്ന്. അങ്ങനെ അദ്ദേഹം ഇവനോട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവൾക്കും നിങ്ങളെ ഇഷ്ടപ്പെടും, പക്ഷെ അവൾക്ക് ഇപ്പോ വേറെ ഏതോ റിലേഷൻഷിപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ ഇവനോട് പറയുന്നു. അപ്പൊ ഡാനിയലിന് ഇയാളുടെ മകള് ആരാണ് എന്ന കാര്യമൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ ആ പ്രപ്പോസല് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. സർ, എനിക്കൊരു വൈഫ് ഉണ്ട്, മറ്റൊന്നിനു വേണ്ടിയും ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ അവൻ പറയുന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ട് അയാൾക്ക് നല്ല ദേഷ്യമാവുന്നു. നീ ആരുടെ മകളെയാണ് വേണ്ടെന്ന് പറയുന്നത്? നിന്റെ ബിസിനസ് എല്ലാം പൊട്ടിച്ചു, നിന്നെ ഞാൻ ഒന്നും ഇല്ലാതാക്കും എന്നുവരെ അയാള് ഇവനോട് പറയുന്നു. അപ്പൊ കെവിൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇവർക്ക് തമ്മിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ് എന്ന് മനസ്സിലാക്കി ഇടയ്ക്കറി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അവനെ അനുവദിക്കുന്നില്ല. കെവിൻ ഇതുവരെയും അച്ഛനോട് നമ്മുടെ ഡാനിയലിനെയാണ് ഹെലൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ നല്ലൊരു വാക്ക് തർക്കം തന്നെ ഉണ്ടാവുന്നു. എന്നാൽ അപ്പോഴേക്കും ഹെലൻ അങ്ങോട്ടേക്ക് വരുന്നു. ആ സമയത്താണ് മോ ഫാമിലിയുടെ ലേഡി മറ്റാരുമല്ല താൻ വിവാഹം കഴിച്ച ഹെലൻ തന്നെയാണ് എന്ന കാര്യം ഡാനിയല് തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ അച്ഛനും തന്റെ മകളെ കല്യാണം കഴിച്ചത് ഹോം കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ഡാനിയലിനെ തന്നെയാണ് എന്ന കാര്യവും മനസ്സിലാക്കുന്നു. അപ്പൊ അച്ഛൻ കെവിനോട് നിനക്കിത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നോ, നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പൊ അവൻ അച്ഛനോട് അച്ഛനെ തന്നെ പറയാൻ എനിക്കൊരു അവസരം തന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറുന്നു. ഉടനെ തന്നെ അച്ഛൻ സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ സ്വത്തെല്ലാം നോക്കി നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള കെവിനോടും ഹെലനോടും പറയുന്നു. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് പാറി പറന്ന് അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു.